എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോ ഞാനിപ്പോ അതൊക്കെ ഇതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ സംസാരിച്ചു. ഞാനും ഹസ്ബൻഡ് എപ്പോഴും ഈ ബിസിനസിനെ കുറിച്ച് ചർച്ച ചെയ്യും. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ എന്നൊരു ചിന്ത ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്നു. അങ്ങനെ ഞാനും ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബിസിനസ് ഒന്ന് കേൾക്കാൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേറ്റ് ലീഡർ സേനാർ സാറും വൈഫും ഫാമിലി ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. അപ്പൊ അവരും കൂടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളൊക്കെ ചെറുപ്പം മുതൽ അറിയുന്ന ആളുകളാണ്. അപ്പൊ അവരും കൂടി വന്നപ്പോ നമുക്ക് ഒന്നും കൂടി അവരുടെ കൂടെയൊക്കെ നിന്ന് ബിസിനസ് ചെയ്യാനായിട്ട് ഒരു താല്പര്യം തോന്നി. കാരണം നമുക്ക് ഒരു മതിപ്പുള്ള ആളുകളാണ് അവരെല്ലാവരും. അപ്പൊ അങ്ങനെ ഞാൻ ഈ ബിസിനസ് ഒന്ന് കേൾക്കാൻ തീരുമാനിച്ചു. സേനാർ സാറും ബിപിൻ ഷാ മേഡം ഒരുമിച്ച് വന്നിട്ടാണ് എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. അതിനു മുമ്പേ സൗമ്യ മേഡം ഒരുപാട് പ്രാവശ്യം വിളിച്ച് ഈ ബിസിനസിനെ കുറിച്ച് എന്നോട് സൂചനയൊക്കെ തന്നിരുന്നു. അപ്പോ ആദ്യമൊക്കെ ഒരു നോ പറഞ്ഞു, മാറി നിന്നു, വേണോ വേണ്ടോ എന്നൊക്കെ ഒരുപാട് നമ്മളെല്ലാവരെയും പോലെ തന്നെ ഞാനും ചിന്തിച്ചു. എങ്കിലും ഈ ബിസിനസിന്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇൻകം എങ്ങനെ വരുന്നു എന്നൊന്നും ഞാനൊന്ന് കേട്ടില്ല. എനിക്ക് ഒന്നാമത്തെ വിശ്വാസം ഈ ബിസിനസ് എന്നോട് പറയുന്നത് സേനാർ സാറും ബിപിൻ ഷാ മേഡം ആണെന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ അവർ പറഞ്ഞത് കേട്ട സമയത്ത് കുറച്ച് ഒരു 5-6 കാര്യങ്ങൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഒന്ന് ട്രൈ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. എനിക്ക് ഓരോ ഉറപ്പും ഉണ്ടായിരുന്നില്ല ഈ ബിസിനസ്സിൽ എന്തായി തീരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിച്ചു. അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ്, നമ്മൾ ഇത്തരം ബിസിനസിനെ കുറിച്ച് ഒരുപാട് നാളുകൾക്ക് മുമ്പ് മുതലേ കേൾക്കുന്നുണ്ടല്ലേ. പല പല കമ്പനികളുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്, പല പല പ്രോഡക്റ്റുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളും ചിലപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും, നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ ട്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പോപ്പുലർ ബ്രാൻഡ് നമ്മുടെ നാട്ടില് ഇത്തരം ഒരു ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്നത് എന്നുള്ളതായിരുന്നു എന്നെ അട്രാക്ട് ചെയ്ത ഒന്നാമത്തെ ഘടകം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആദ്യമായിട്ട് ഫിജിക്ക.com എന്ന് പറയുന്ന ഈ സംരംഭത്തിലൂടെ അല്ല നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഒരുപാട് വിജയിപ്പിച്ച സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 100-150 വർഷക്കാലമായിട്ട്, ഒരു 3 തലമുറയായിട്ട്, 3-4 തലമുറയായിട്ട് നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്, ഒരു ബിസിനസ് ഗ്രൂപ്പാണ്, ഒരു പോപ്പുലർ ബ്രാൻഡാണ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു ഘടകം ഇതാണ്. അപ്പൊ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബോബി ചെമ്മണ്ണൂര് അദ്ദേഹത്തിന്റെ അപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു സൽപ്പേര് കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലിറങ്ങി ഒരു ബിസിനസ് ചെയ്ത ആളുകളെ പറ്റിക്കേണ്ട ഒരു ആവശ്യം ഇപ്പോഴത്തെ ചെയർമാനായ ബോബി സാറിനും ഇല്ല എന്ന് നമുക്ക് ആർക്ക് ചിന്തിച്ചാലും അറിയാം അല്ലെ. ആയിരക്കണക്കിന് കോടി രൂപ പല പല മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മികച്ച ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ്. അവർക്ക് നമ്മുടെ നാട്ടിൽ വന്ന് മലയാളികളെ പറ്റിച്ചിട്ട് മറ്റൊന്നും നേടാനില്ല. മാത്രമല്ല അവര് 2-3 തലമുറയായിട്ട് ഉണ്ടാക്കി വെച്ച സൽപ്പേര് കളയാൻ ഒരിക്കലും അവർ തയ്യാറാവില്ല. ഈ 2 ഘടകങ്ങളാണ്, ക്രെഡിബിലിറ്റി ഓഫ് ദ കമ്പനിയും ക്രെഡിബിലിറ്റി ഓഫ് ദ ചെയർമാനുമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഘടകം. മറ്റൊന്ന് ഇതിന്റെ നിയമസാധ്യതയാണ്. അതിനെക്കുറിച്ച് ഞാൻ സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് തന്നെയാണ് യെസ് പറഞ്ഞത്. അപ്പോ നമ്മുടെ നാട്ടിൽ 2011 നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബാൻ ചെയ്തതാണ്. ശരിക്കും ഒരുപാട് ആളുകൾ ചൂഷണം ചെയ്യപ്പെട്ടു. ക്വാളിറ്റി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ വിറ്റഴിക്കപ്പെടുകയും ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചെന്ന് സംസാരിക്കാൻ ഒരു ഫോറം ഇല്ലാതെ വരികയൊക്കെ ചെയ്തപ്പോ ഒരുപാട് അലിഗേഷൻസ് ഉണ്ടായ സമയത്ത് ഗവൺമെന്റ് 2010-11 കാലഘട്ടത്തിൽ ഈ ബിസിനസ് ഇന്ത്യൻ കമ്പനികൾ നിരോധിച്ചതാണ്. വിദേശ കമ്പനികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ നിരോധനം വന്നതോടുകൂടി ഒരുപാട് വിദേശ കമ്പനികൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ അന്ന് ഇന്ത്യ വിട്ടു പോവുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ കാലഘട്ടം മാറി, സാഹചര്യങ്ങൾ മാറി. മറ്റേത് മേഖലയും പോലെ തന്നെ ഇവിടെ നിയമത്തിന്റെ ഒരു ഫ്രെയിംവർക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യ പോലെ ഇത്രയും പോപ്പുലേഷൻ ഉള്ളത്? ഇപ്പൊ ജോസാറ് പ്ലാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു അല്ലെ, മലേഷ്യയില് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ ഇത്ര റവന്യൂ ഉണ്ടാകുന്നുണ്ട്, ബ്രസീലിൽ ഇത്ര റവന്യൂ ഉണ്ടാകുന്നുണ്ട്. നമ്മളെക്കാൾ വളരെ ചെറിയ പോപ്പുലേഷനുള്ള, ജനസാന്ദ്രത വളരെ കുറഞ്ഞ രാജ്യങ്ങളിൽ പോലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ അവിടുത്തെ യുവാക്കളും സ്ത്രീകളും വിദ്യാർത്ഥികളും എല്ലാവരും തന്നെ പ്രായഭേദമന്യേ പല പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, റഫറൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ അസോസിയേറ്റ് ചെയ്ത് ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻകം അവിടുത്തെ രാജ്യത്തിന്റെ എക്കോണമിയെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇന്ത്യയിൽ അത് സാധിക്കുന്നില്ല? ലോകത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ നമ്മുടെ രാജ്യത്ത്, ഒരുപാട് യുവാക്കളുള്ള നമ്മുടെ രാജ്യത്ത്, ഒരുപാട് വിദ്യാസമ്പന്നരായ സ്ത്രീകളുള്ള നമ്മുടെ രാജ്യത്ത് ഇത്രയും സാധ്യതയുള്ള ഈ ബിസിനസ് എന്തുകൊണ്ട് വിജയിക്കുന്നില്ല എന്നൊരു കാര്യമായ പഠനം ഗവൺമെന്റ് തലത്തിൽ നടന്നു 2016.
അപ്പൊ നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനം എല്ലാം നമ്മൾ പത്രദൃശ്യ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. കടുത്ത സാമ്പത്തിക ഭീഷണിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ, കടത്തിലാണ് നമ്മൾ. എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിയമത്തിന്റെ സഹായത്തോടു കൂടി ഇത്തരം ബിസിനസ്സുകൾക്ക് ഒരു പിൻബലം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ യുവാക്കളും സ്ത്രീകളും മറ്റ് ഏത് മേഖലയിൽപ്പെട്ട ആളുകളും ഇത്തരം ബിസിനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തേക്ക് നികുതി ഇനത്തിൽ വലിയ ഒരു വരുമാനം ഉണ്ടാവുകയും ആ റവന്യൂ നമ്മുടെ രാജ്യത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും ഉപയോഗപ്പെടുത്താനും കഴിയും. അങ്ങനെയാണ് ഒരു പഠനം നടത്തി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് മേഖലകളെ ഒരു നിയമത്തിന്റെ ഫ്രെയിം വർക്കിന്റെ ഉള്ളിൽ കൊണ്ടുവന്നു. പിന്നീട് അതിന് പല പല മാറ്റങ്ങളും വരുത്തി 2021 കൃത്യമായ ഒരു നിയമ മേൽനോട്ടത്തിന്റെ പിൻബലത്തോടു കൂടിയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നടക്കുന്നത്. അപ്പൊ 2018 ഏകദേശം ഒരു നിയമത്തിന്റെ ഫ്രെയിംവർക്ക് വന്നതിന് ശേഷമാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂര് ഫിജിക്ക.com ഏറ്റെടുക്കുന്നതും എനിക്ക് ഈ ബിസിനസ് വളരെ താല്പര്യമായിരുന്നു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എനിക്ക് പാഷനാണ്, ട്രെയിനിങ് എനിക്ക് പാഷനാണ്. പക്ഷെ എന്റെ രാജ്യത്ത് ഇത് ചെയ്യാനുള്ള നിയമം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഈ മേഖലയിലേക്ക് കടന്നു വരാതിരുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിയമം വന്നു. ഡയറക്ട് സെല്ലിംഗ് രംഗത്ത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രംഗത്ത് ഗവൺമെന്റ് അംഗീകൃതമായ നിയമം വന്നതുകൊണ്ട് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നു എന്നാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂര് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വീഡിയോസ് ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പൊ നിയമം ഉണ്ടെന്നുള്ളതാണ് അല്ലെ. നിയമം ഉണ്ടെങ്കിൽ മാനദണ്ഡങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും. ഇപ്പൊ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ നമുക്കൊരു ചെറിയ ബേക്കറി തുടങ്ങണമെങ്കിലോ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഹോം ബേസ്ഡ് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കണമെങ്കിലൊന്നും ഒരു ലൈസൻസ് ഒന്നും വേണ്ട. ഒരു ചെറിയ ഹോട്ടൽ തുടങ്ങണമെങ്കിൽ ഒന്നും നമുക്ക് അതൊന്നും വേണ്ട. പക്ഷെ ഇപ്പൊ അതല്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് പോലും ഒരു ഭക്ഷ്യവസ്തു ഉണ്ടാക്കി മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോയി നമ്മൾ അനുമതി വാങ്ങിയിരിക്കണം. ഫുഡുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിനുള്ള അനുമതി വേണം, പാക്കിംഗ് ലൈസൻസ് വേണം, ഹെൽത്ത് കാർഡ് വേണം. അപ്പൊ എല്ലാ മേഖലയിലും കാലാനുസൃതമായ മാറ്റം നിയമരംഗത്ത് ഉണ്ടായ പോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രംഗത്തും നമ്മുടെ രാജ്യത്ത് നിയമം ഉണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിൽ കൺസ്യൂമർ അഫയേഴ്സിലും സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ അണ്ടറിലും കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രമേ ഇന്ന് നമ്മുടെ നാട്ടിൽ നിയമപരമായി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. അങ്ങനെ 236 കറക്റ്റ് നമ്പർ ഉറപ്പില്ല എങ്കിലും 236 46 ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഫിജിക്ക.com. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റില് അപേക്ഷ കൊടുത്ത് ഗവൺമെന്റ് പരിശോധിച്ച് ഗവൺമെന്റ് പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്നുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് പെർമിഷൻ കൊടുത്തത്. പക്ഷെ പെർമിറ്റ് കൊടുത്തോടുകൂടി തീരല്ല. ഇത്തരം കമ്പനികളെ മോണിറ്റർ ചെയ്യുന്നതിനുള്ള ഒരു മെക്കാനിസോ സംസ്ഥാന സർക്കാരുകൾ കൊണ്ടുവരണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു അതോറിറ്റിയാണ് ഇത്തരം ബിസിനസ്സുകളെ നോക്കുന്നത്. അവരുടെ മേൽനോട്ടത്തിലാണ് ഈ ബിസിനസ് നടക്കുന്നത്. ലൈസൻസ് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ഗവൺമെന്റ് പറയുന്നതെല്ലാം പാലിക്കുന്നുണ്ടെന്ന് പറയുകയും കുറച്ചു നാൾ കഴിയുമ്പോൾ അതിന് വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കമ്പനികളെ കൃത്യമായി ഗവൺമെന്റ് എടുത്തു പുറത്തു കളയും. അതുകൊണ്ട് തന്നെ 100% ധൈര്യമായിട്ട് നമുക്ക് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാം. പക്ഷെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കമ്പനിയുടെ ക്രെഡിബിലിറ്റി ഓഫ് ദ കമ്പനി, ക്രെഡിബിലിറ്റി ഓഫ് ദ ചെയർമാൻ, ഹിസ്റ്ററി ഓഫ് ദ കമ്പനി, ഹിസ്റ്ററി ഓഫ് ദ സിഇഒ അതെല്ലാം പഠിച്ച് ഇൻകം പ്ലാൻ, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയ ഇൻകം പ്ലാൻ ആണോ, അതിന്റെ ഉൽപ്പന്നങ്ങൾ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയൊന്നും ഉണ്ടാക്കാത്ത, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഒരു തരത്തിലും പ്രതികൂലമായി ബാധിക്കാത്ത ഉൽപ്പന്നങ്ങളാണോ നമ്മൾ വിൽക്കുന്നതെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയെ സെലക്ട് ചെയ്യാവൂ എന്ന് മാത്രം. അങ്ങനെ നോക്കുമ്പോൾ കണ്ണു കൂട്ടി നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു കമ്പനിയാണ് ഫിജിക്ക.com. ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കണം, നമുക്ക് ഉൽപ്പന്നങ്ങളുണ്ട്. ഉൽപ്പന്നങ്ങൾ സെലക്ട് ചെയ്യാൻ ഉപഭോക്താവിന് അവകാശം ഉണ്ടായിരിക്കണം, നമുക്ക് അവകാശമുണ്ട്. ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ കേടായതോ ചീത്തയായതോ ഉണ്ടെങ്കിൽ സമയബന്ധിതമായി ബില്ലടക്കം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സാധനം കിട്ടണം. ഉൽപ്പന്നങ്ങൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പരിധിയിൽ വരണം. ഉൽപ്പന്നങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നുണ്ടോ ആ അതോറിറ്റി, നമ്മുടെ നാട്ടിൽ ആ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാനും വിപണനം നടത്താനും ബന്ധപ്പെട്ട അതോറിറ്റി നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്ന ഉൽപ്പന്നം മാത്രമേ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ വിൽക്കാമുള്ളൂ.
നമ്മുടെ നാട്ടിൽ സ്വന്തം സ്ഥലത്ത് സ്വന്തം കെട്ടിടത്തിൽ ഹെഡ് ഓഫീസ് പ്രവർത്തിച്ചിരിക്കണം. ഗവൺമെന്റ് പറയുന്ന അത്രയും തുക സർക്കാരിൽ കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഒട്ടനവധി നിയമങ്ങൾ ഉണ്ട് ഇന്ന്. അതെല്ലാം പാലിക്കുന്നുണ്ട് നമ്മുടെ കമ്പനി. അപ്പോ നമ്മുടെ ബ്രാൻഡ്, നമ്മുടെ ചെയർമാൻ, ഈ ബിസിനസ്സിനുള്ള നിയമപരിരക്ഷ പിന്തുണ കൂടാതെ 5 ട്രേഡ് യൂണിയന്റെ സപ്പോർട്ട്, ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഫിജിക്കാർഡ്.com എന്ന് പറയുന്ന ഈ കമ്പനിയിലേക്ക് ബിസിനസ് ചെയ്യാൻ ഒരു ശ്രമം നടത്താൻ ഞാൻ തീരുമാനിച്ചത്. അടുത്തത് നമ്മൾ എങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ളതല്ലേ. നിങ്ങളെ പോലെ ഇതൊക്കെ കേട്ട് ഇഷ്ടം തോന്നിയപ്പോ ഞാനും ചിന്തിച്ചു, ശരിയെന്നാ ഞാൻ ജോയിൻ ആവാം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴാണ് അതും വളരെ എളുപ്പമാണ്. ഈ ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വന്നില്ലെങ്കിൽ പോലും ഒരു സാധാരണ മനുഷ്യൻ രാവിലെ ഉറക്കം ഉണർന്നാൽ തിരിച്ച് രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെ അവന് ജീവിതം മുന്നോട്ട് പോകാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മുടെ കമ്പനിയിൽ നിന്ന് നമുക്ക് വാങ്ങാം. അതും ഒരു 100 PV വാങ്ങിയാൽ മതി. അതും ജീവിതത്തിൽ ഒരു പ്രാവശ്യം വാങ്ങിയാൽ മതി. എന്ത് സുഖാണല്ലേ. അപ്പൊ അതും എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. മെഷീനറി നോക്കണ്ട, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണ്ട, പണിക്കാരെ തപ്പണ്ട, റെന്റ് കൊടുക്കണ്ട, മാർക്കറ്റിൽ പോയി അലയണ്ട, ടാർജറ്റ് ഇല്ല, ഒരു മുതലാളിയെ പേടിക്കണ്ട, കൃത്യസമയത്ത് ഓഫീസിൽ പോണ്ട. നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ നോക്കുക, സെലക്ട് ചെയ്യുക, നമ്മുടെ പോക്കറ്റിന് ഇണങ്ങുന്നത് നമ്മൾ വാങ്ങിക്കുക. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. പൈസ കുറച്ച് കുറവാണെങ്കിൽ ഒന്ന് കോംപ്രമൈസ് ചെയ്താലും നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. അങ്ങനെ ഞാനും തീരുമാനിച്ചു, എന്റെ അടുക്കളയിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഭക്ഷ്യ സാധനങ്ങളും ക്ലീനിങ് ഐറ്റംസും സോപ്പും പേസ്റ്റും ഹാൻഡ് വാഷും ബെഡ്ഷീറ്റും ടീഷർട്ടൊക്കെ ചേർത്ത് ഒരു 100 പോയിന്റിന്റെ സാധനം പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. ഇതൊക്കെ തന്നെയാണെങ്കിലും കൊണ്ടു നടന്ന് വിൽക്കണം എന്നൊരു മാനദണ്ഡം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കില്ലായിരുന്നു. പക്ഷെ അതും ഇവിടെ ഇല്ല. കൂടാതെ ജോസാർ പറഞ്ഞ പോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻകം പ്ലാൻ, 6 തരം വരുമാനം, അല്ലെ? അത് സാർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. കൂടാതെ 3ാമത്തെ റാങ്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഷുറൻസ് പരിരക്ഷ. അതിലൊക്കെ ഉപരിയായിട്ട് എന്നെ ആകർഷിച്ച ഒരു ഘടകം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയാലും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഒരു വരുമാനം നമ്മുടെ വീട്ടിലേക്ക് ഒരു ടീം ബിൽഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ വന്നുകൊണ്ടിരിക്കും. ഒരു നോമിനി സംവിധാനം. ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഇതിൽ ജോയിൻ ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാനും ഈ ബിസിനസ് ഏറ്റെടുത്തു. ഇന്ന് 3 വർഷങ്ങൾക്ക് ഇപ്പുറം നിങ്ങളോട് സംസാരിക്കുമ്പോ ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട് എനിക്ക്. കാരണം 3 വർഷം കൊണ്ട് ഞാൻ ചിന്തിച്ചതിന്റെ ഒരു 10 ഇരട്ടി വലുപ്പത്തിലേക്ക് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ വളരാൻ ഫിജിക്കാർട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഈ പേയ്മെന്റ് കൊടുത്തതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തമാശയ്ക്ക് ബിബിൻഷ മാഡത്തിനോട് പറഞ്ഞിരുന്നു, എനിക്കൊരു 5000 രൂപയെങ്കിലും വെച്ച് മാസം കിട്ടണം കേട്ടോ, അതൊരു 6 മാസം കഴിഞ്ഞ് കിട്ടിയാലും മതി, അതുവരെ ഞാൻ മിണ്ടാതിരിക്കാം എന്ന് പറഞ്ഞപ്പോ ചിരിച്ചിട്ട് ആളെന്ന് എന്നോട് പറഞ്ഞു, ചേച്ചി എന്നെ കളിയാക്കണമെന്നൊക്കെ എനിക്കറിയാം, ഇത് ഞാൻ മാറ്റി പറയൂട്ടോ എന്ന് പറഞ്ഞു. എന്റെ അക്കൗണ്ടിൽ 1.5 ലക്ഷം രൂപയുടെ മുകളിൽ വരുമാനം കയറിയ മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് 8ാമത്തെ റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോ 9ാമത്തെ റാങ്കിലേക്ക് ഞാൻ നടന്നെടുത്തുകൊണ്ടിരിക്കുമ്പോ 8ാമത്തെ റാങ്ക് വരെ ഈ കമ്പനി എന്തെല്ലാം സാമ്പത്തിക നേട്ടം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വാങ്ങാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. എനിക്ക് കൃത്യമായിട്ട് മാച്ചിങ് ബോണസ് ഏകദേശം ഒരു 12 ലക്ഷം രൂപയോളം ഇതുവരെ എന്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. അതുകൂടാതെ മന്ത്ലി പെർഫോമൻസ് ബോണസ് 2022 ഒക്ടോബറിൽ ജോയിൻ ചെയ്ത ഞാൻ കറക്റ്റ് 5ാമത്തെ മാസം സെയിൽസ് മാനേജറായി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മന്ത്ലി പെർഫോമൻസ് ബോണസ് വാങ്ങുന്നു. 6ഓ 7ഓ പ്രാവശ്യം സീലിംഗ് അച്ചീവർ ആവാൻ സാധിച്ചിട്ടുണ്ട്. ഒരൊറ്റ ദിവസം 30,000 രൂപ എന്റെ അക്കൗണ്ടിൽ. അതുകൂടാതെ 50,000 രൂപ റൈഡർ ഫണ്ട് 6ാമത്തെ റാങ്കിൽ നിന്ന സമയത്ത്, 10,000 രൂപയുടെ റിവാർഡ് വാല്യൂ ഫ്രീ പർച്ചേസുകൾ. അതുകൂടാതെ നിങ്ങളെയൊക്കെ പോലെയുള്ള നമുക്ക് വില മതിക്കാൻ കഴിയാത്ത സ്നേഹവും സൗഹൃദവും അല്ലെ വേറെ എവിടെ കിട്ടും? കൂടാതെ ഒരുപാട് സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങള്, അപ്ഡേഷൻസ്, പഠനങ്ങള്, അവസരങ്ങള് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് യാത്രകള്. ഞാനെന്ന് പറയുന്ന ഒരു സ്ത്രീ, എനിക്ക് കിട്ടിയൊരു റീബർത്ത് ആണ് ശരിക്കും ഫിജിക്കാർട്ട്. എന്നെ തന്നെ തിരിച്ച് കണ്ടുപിടിക്കാൻ. ജീവിതം ഒരു യാത്രയാണല്ലോ, എവിടെയോ വെച്ചൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടല്ലേ നമ്മളെ. അവിടെ നിന്ന് തിരിച്ച് എന്നെ കണ്ടുപിടിച്ചത് ഞാൻ ഫിജിക്കാർട്ടിൽ വന്നതിന് ശേഷമാണ്. ഞാനിപ്പോ എന്റെ ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിലുപരി എന്റെ വീട്ടിലെ 90% സാമ്പത്തിക ആവശ്യങ്ങളും ഫിജിക്കാർട്ടിലൂടെ എന്റെ വർക്കിലൂടെ നടത്തി കൊടുക്കുമ്പോ ഒരു വീട്ടമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു അഭിമാനം ഉണ്ടല്ലേ, നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം ഉണ്ടല്ലേ, അതെല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറം എന്താണെന്നറിയാമോ,
ഒരുപാട് വീട്ടമ്മമാരുടെ കൈകളിലേക്ക് ചെറുതും വലുതുമായ വരുമാനം എത്തുന്നു. അതിനൊരു കാരണമാവാൻ, അതിന് എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ഈശ്വരൻ എന്നെ നിയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അവരുടെ ചെറിയ പ്രശ്നങ്ങള്, അവരുടെ ചെറിയ ആശങ്കകള്, അവരുടെ ചെറിയ സംശയങ്ങള്, അതിലൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്നു. അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ നമ്മളും ഭാഗമാകുന്നു. അങ്ങനെ ഒരു കൂട്ടം, എനിക്ക് വളരണം, എന്റെ കുടുംബം രക്ഷപ്പെടുത്തണം, എനിക്ക് ഇന്നതൊക്കെ ആവണം, എന്റെ കൂടെ വന്നവർ ഇന്നതൊക്കെ ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളോടൊപ്പം നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട് മനസ്സിലും ശരീരത്തിലൊക്കെ. അതൊക്കെ ഫിജി കാട്ടിൽ വന്നുകൊണ്ട് മാത്രം കിട്ടിയതാണ്. പിന്നെ നമ്മുടെ ലീഡേഴ്സ്, കൈ പിടിച്ച് മുന്നിൽ നടത്താൻ കണ്ണും പൊട്ടി വിശ്വസിച്ച് നടക്കാവുന്ന ലീഡേഴ്സ്, എന്റെ പാർട്ട്നേഴ്സ്, എന്റെ ഫാമിലി, എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ഫിജി കാട്ടിൽ എനിക്ക് വളരാൻ വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി തരുന്ന എന്റെ ഹസ്ബൻഡും എന്റെ മക്കളും, എന്റെ പേരൻസിന്റെ സന്തോഷം, ഞാൻ മികച്ച വരുമാനം വാങ്ങി മുന്നോട്ട് പോകുന്നു, ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നറിയുമ്പോ എന്റെ അച്ഛനും അമ്മയ്ക്കും ഉള്ള ഒരു സന്തോഷം, ഇതൊക്കെ ഫിജി കാട്ട് കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്തതാണ്. ഇതില് എന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫിജി കാർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കണക്ടിവിറ്റി പോലും നഷ്ടപ്പെട്ടു പോകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും മതിയാവില്ല. ഞാൻ എപ്പോ എനിക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ അവസരം തന്നാലും ഞാൻ തമാശക്ക് ലീഡേഴ്സിനോട് പറയണ്ട, എനിക്ക് ഒരു ദിവസം തരണം, ഒരു ഫുൾ ഡേ ഞാൻ ഫിജി കാർഡിനെ കുറിച്ച് സംസാരിക്കാം, എന്നാ പോലും തീരില്ല. ഞാൻ കഴിഞ്ഞ മാസം ഒരു 10 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. നമ്മൾ ഫാമിലി ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. 1 രൂപ ചെലവാക്കാതെ ഞാനൊരു റിസോർട്ടിലൊക്കെ പോയി താമസിക്കുന്ന പോലെ 10 ദിവസം ഹോസ്പിറ്റലിൽ പോയി അവിടെ കിടന്നിട്ട് 2-3 ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ട്രീറ്റ്മെന്റ് വേണ്ടി വന്നു, ഡയഗ്നോസിസ് വേണ്ടി വന്നു, ചെക്കപ്പ് ഒക്കെ നടത്തേണ്ടി വന്നു. പൈസയുമായി ബന്ധപ്പെട്ട ഒരു ടെൻഷൻ ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ടീമിൽ നിന്നുള്ള ഒരു അന്വേഷണം, അവരുടെ ഒരു കെയർ, അവരുടെ ഒരു സ്നേഹം, എല്ലാം നമുക്കത് അനുഭവിക്കാൻ പറ്റി എന്നുള്ളതാണ്. വേറെ എവിടെ കിട്ടും അല്ലെ. ഇനിയിപ്പോ അടുത്ത മാസം തായ്ലൻഡ് പോകാൻ പോവാണ്. കഴിഞ്ഞ വർഷം ഗോവയ്ക്ക് പോയിരുന്നു. ഫോഗ് റിസോർട്ടിൽ വിത്ത് ഫാമിലി 2 ദിവസം പോയി താമസിച്ചു. 2 ദിവസം കഴിയുമ്പോൾ DSDM നെല്ലിയാമ്പതിയില് ഒരു റിസോർട്ട്. ഇതൊക്കെ എന്റെ സ്വപ്നങ്ങളായിരുന്നു. ഞാൻ ഒരു കാലത്ത് കണ്ട സ്വപ്നങ്ങളാണ് ഇതെല്ലാം. ഈ യാത്രകള്, ഈ സൗഹൃദ കൂട്ടായ്മകള് ഒക്കെ, അതൊക്കെ എന്റെ ജീവിതത്തിൽ റിയാലിറ്റിയിലേക്ക് വന്ന് ഞാൻ ഫിജി കാട്ട് ഏറ്റെടുത്തതിന് ശേഷമാണ്. എനിക്ക് എന്റെ മുമ്പില് ഈ ഇന്നത്തെ BOP കേൾക്കാനായിട്ട് ഗസ്റ്റ് ആയിട്ട് ആരുടെങ്കിലും ക്ഷണം സ്വീകരിച്ചത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഈ അവസരം വിട്ടുകളയരുത്. ഈ മീറ്റിംഗ് വൈൻഡപ്പ് ആവുമ്പോ തന്നെ നിങ്ങളെ ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആളെ വിളിക്കുക, ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് ക്ലിയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിച്ചിട്ടാണ് അവർ ഈ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നത്. അതുപോലെ തന്നെ ഇതിൽ കയറി വന്ന തുടക്കക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈശ്വരൻ നമ്മുടെ മുമ്പിൽ ചിലപ്പോഴാണ് അവസരങ്ങളുമായിട്ട് വരുള്ളൂ. ഏറ്റെടുത്ത് നിങ്ങളുടെ കയ്യിലേക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന്റെ പാതി, നമ്മുടെ ലീഡേഴ്സ് പറയുന്ന പോലെ ഈശ്വരന്റെ പാതി ഈശ്വരൻ നമ്മുടെ മുമ്പിൽ കൊണ്ട് തന്നു കഴിഞ്ഞു, നമ്മളത് കൈനീട്ടി വാങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മുടെ പാതിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ നമ്മുടെ പാതി ഭംഗിയായിട്ട് നിർവഹിക്കാൻ നമ്മളുടെ കൂടെ ഇടവും വലവും നിൽക്കാനുള്ള ലീഡേഴ്സ് ഉണ്ട്. നിങ്ങൾ അവരുടെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കുക. ഒരു കാരണവശാലും ഈ ഒരു ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കാതെ പരാജയപ്പെട്ടവരുടെ ലിസ്റ്റിലേക്ക് നിങ്ങൾ പോകരുത്. ഇതൊരു കോംപ്ലക്സ് ബിസിനസ് അല്ല. ഇതിൽ കോംപ്ലക്സ് ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളുമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മളൊരു ചുരിദാർ വാങ്ങിയാൽ, ഒരു സാരി വാങ്ങിയാൽ, ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാൽ, ഒരു അമ്പലത്തിൽ പോയാൽ, ഒരു ടൂറ് പോയാൽ, ഒരു ഹോസ്പിറ്റലിൽ പോയാൽ പോലും നമ്മളത് റെഫർ ചെയ്യും അല്ലെ. ചുമക്കൊരു മരുന്ന് വാങ്ങി കുടിച്ചു കഴിഞ്ഞാൽ അടുത്തൊരാൾ ചുമക്കണാണെന്ന് നമ്മൾ പറയില്ലേ, എടി നീ ആ മറ്റേ മരുന്ന് വാങ്ങി കഴിച്ചോട്ടോ, ഞാൻ മേടിച്ചിട്ട് നല്ലതായിരുന്നു എന്ന് പറയില്ലേ. പറയും. നമ്മൾ എത്രയോ സാധനങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് ഈ ബിസിനസ്സിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ബൈ ദ പ്രൊഡക്റ്റ് വാങ്ങുക, യൂസ് ദ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കുക, ഈ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തുക, ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഇതുപോലെ ഇൻകം കിട്ടുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. റൈഡർ ഫണ്ട് കിട്ടുമോ, ആനുവൽ പ്രോഫിറ്റ് കിട്ടുമോ, കാർ ഫണ്ട് കിട്ടുമോ, ഇങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും, ഇതുപോലെ പ്രൊഡക്റ്റും കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് എന്റെ ഇന്ന ആളുകളോട് ഇത് പറഞ്ഞുകൂടാ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ then refer the product and the plan. ഈ പ്രൊഡക്റ്റും നമ്മുടെ ബിസിനസിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്ലാനും നിങ്ങൾ അവർക്ക് റെഫർ ചെയ്ത് കൊടുക്കുക.
അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ബിസിനസ് നിങ്ങളുടെ ലീഡറോടൊപ്പം ഇരുത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരുടെ റോള് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് റെഫർ ചെയ്യാൻ അവരും തയ്യാറാണെങ്കിൽ, പ്രൊമോഷൻ ചെയ്യാൻ അവരും തയ്യാറാണെങ്കിൽ നിങ്ങൾ അവരെ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരിക. അവർക്ക് നിങ്ങൾ കൂടെ നിൽക്കാമെന്നൊരു ഉറപ്പ് കൊടുക്കുക. അത് റിയാലിറ്റി വേഴ്സസ് എക്സ്പെക്ടേഷൻ ആവരുത്. അവരുടെ പ്രതീക്ഷ പോലെ തന്നെ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുക. അവർക്ക് ടീം ബിൽഡ് ചെയ്യാനും അവർക്ക് വരുമാനം വാങ്ങാനും നിങ്ങൾ സഹായിക്കുക. ഇത്ര മാത്രമാണ് ഈ ബിസിനസ് ചെയ്യാനുള്ളൂ. അപ്പോ എല്ലാവരോടും ഈ അവസരം നിങ്ങൾ വേണ്ടത്ര അർത്ഥവ്യാപ്തിയിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്കും നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് ആളുകൾക്കും നമ്മുടെ സമൂഹത്തിനും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കും. അപ്പോ ഇന്ന് ഓസ്കാർ എന്ന വലിയൊരു ടീമിന്റെ ഈ BOPയില് എനിക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഒരു അവസരം തന്ന എന്റെ ഗ്രേറ്റ് ലീഡേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. ഒപ്പം തന്നെ